നമ്മുടെ നാട് എന്ന് പറയുന്നത് പല കാര്യങ്ങൾ കൊണ്ടും എന്താണ് വളരെ മാതൃകയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. മാതൃകയാണെന്ന് മാത്രം സാംസ്കാരികപരമായിട്ടുള്ള മൂല്യങ്ങളൊക്കെ ഒരുപാട് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇപ്പം ആഘോഷങ്ങളുടെ ഒരു വേളയാണ്. ഇപ്പം പൂരങ്ങളും വേലകളും അതുപോലെ തന്നെ തൂക്കങ്ങളും ഒക്കെ നടക്കുന്ന, തെയ്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണിപ്പോൾ. ഏകദേശം അത് മാർച്ച് ഏപ്രിലോട് കൂടി അതൊക്കെ ഏകദേശം അവസാനിച്ച് ഒരു വേറൊരു രീതിയിലോട്ട് പോകും. ഈ കാർഷിക പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നെല്ലൊക്കെ വിതച്ച് അത് കൊയ്തെടുക്കുന്ന ആ ഒരു സമയത്താണ് ഇത്തരം ആഘോഷങ്ങളെല്ലാം എല്ലായിടത്തും ഉണ്ടാവുന്നത്. നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമാണ് പല അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം ഈ അമ്പലങ്ങളിലൊക്കെ ഉത്സവം വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ ഈ ഭക്തിഗാനമേളകൾ കൊണ്ടുവരിക, അല്ലാതെ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നൊക്കെയുള്ളത്. പലവിധ ഗാനമേളകളും പല കാര്യങ്ങളും ഒക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ ഈ അടുത്ത് തന്നെ അലോഷിയുടെ ഒരു പാട്ട് കൊല്ലത്തുള്ള ഒരു അമ്പലത്തിൽ വെച്ചിട്ട് വലിയ വിവാദമായി മാറിയിരുന്നു. അത് ക്ഷേത്രത്തിലാണോ വിപ്ലവഗാനം പാടുന്നത് എന്നതോടൊപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ആ സമയത്ത് അവിടെ ഉയർന്നിരുന്നു എന്നുള്ളതാണ്. അതിന് പക്ഷേ അതൊരു രാഷ്ട്രീയ വേദിയാക്കി മാറ്റരുത് എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു കാര്യം. പക്ഷേ ഇതിലേക്കാട്ടൊക്കെ അപ്പുറത്തേക്ക് ഒരു ഭജൻസ് പാടുന്ന ഒരു ടീം, അതായത് ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഭജൻസ്. കാരണം ഇവരുടെ ഭജൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഇരിപ്പും അവരുടെ ആ ഒരു വേഷവിധാനങ്ങളും ഒക്കെ വെച്ച് നോക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഓറയിലുള്ള വളരെ മനോഹരമായ ഭജൻ സംഘമാണ് അവരുടേത്. ആരെയോ നമ്മൾ കേട്ടിരിക്കുന്ന ആളുകളെ പിടിച്ചിരുത്തുന്ന മാജിക് എന്തോ ഉണ്ട് ഇവരിലെന്നാണ് പറയുക കാണികൾ. അപ്പം അത്ര മനോഹരമായിട്ട് പാടുകയും ഭഗവത് ഗാനങ്ങൾ, ഹിന്ദു ഡിവോഷണൽ ആയിട്ടുള്ള ഗാനങ്ങൾ പാടുന്ന ആളുകളാണ് ഈ ഭജൻസ്. പക്ഷെ ആ ഭജൻസിനൊപ്പം വളരെ മനോഹരമായി ചില സിനിമാ ഗാനങ്ങൾ, ചില എനിക്ക് തോന്നുന്നു ഗസലുകൾ പോലും എന്താണ് വളരെ സുന്ദരമായിട്ട് ഈ വേദിയിലിരുന്നു കൊണ്ട് ആ ഭജൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഇപ്പം ഒരു ഹിന്ദു പാട്ടുകളാണ് കുറച്ച് കൂടുതലായിട്ട് പാടുക. പക്ഷെ അതിനേക്കാട്ടും ഒക്കെ അപ്പുറത്തേക്ക് കാണുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും അത് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ പാട്ട്, സംഗീതം എന്താണ് എന്നത് അറിഞ്ഞ് ആസ്വദിച്ച് അതിലൊരു ജാതി മത ഭേദ വ്യത്യാസം ഇല്ലാതെ സംഗീതത്തെ അങ്ങനെ ഡിവൈഡ് ചെയ്യാതെ കൊണ്ടുപോകുന്ന ഒരു ആളുകളാണ്. അപ്പോൾ ഇവർ പാടിയ ഇപ്പം അടുത്ത് ഒരു ക്ഷേത്രത്തിൽ പാടിയ പാട്ട് വളരെ ആളുകളുടെ എല്ലാം ശ്രദ്ധ ആകർഷിക്കും. ഒരുപാട് റീലുകളിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതും കൂടെ സംസാരിച്ച് പോവേണ്ടതുണ്ട്. ക്ഷേത്രങ്ങളെയൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മുദ്രാവാക്യ വേദികളാക്കിയല്ല മാറ്റേണ്ടത്. പകരം ഇത്തരത്തിലുള്ള നല്ല ഒരുപാട് സംഗീതം എന്ന് പറയുന്ന ഒരു കാര്യത്തെ വളരെ മനോഹരമായിട്ട് ജാതി മത ഭേദങ്ങളില്ലാതെ അവതരിപ്പിക്കുകയാണ് വേണ്ടത് എന്നൊരു കാര്യം കൂടെ അതിൽ പറയുന്നുണ്ട്. അതിലേക്ക് എന്താ തോന്നുന്നത്? ഈ ഒരു ഗസൽ ഇത് നടക്കുന്നത് തന്നെ ഗസലല്ല, ഈ ഒരു ഭജന നടക്കുന്നത് തന്നെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു രാത്രി ടൈം ആയിരിക്കാം. രാത്രിയിൽ തന്നെ ഈ ഒരു ഉത്സവത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മളൊക്കെ നല്ല ക്ഷീണ അല്ലെങ്കിൽ കുറേ നേരം കേട്ട് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെയാണ് ഈ ഒരു പാട്ട് അദ്ദേഹം പാടുന്നത്. അപ്പോൾ ആ പാട്ട് നമ്മൾ ആ ഒരു ചെറിയൊരു പോർഷൻ തുടങ്ങുന്നത് അതിന്റെ ഈ ഭജന നടക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു പോർഷനിൽ എത്തുമ്പോഴാണ് ഇദ്ദേഹം ഈ ഒരു പാട്ട് പാടിയതിന് ശേഷം വീണ്ടും ഭജനത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ അത് പറയുന്നുണ്ട്, നമുക്ക് ഭജനം എന്ന് പറയുന്നത് ഓക്കെ നമ്മളിങ്ങനെ പീസ്ഫുള്ളി ഇരുന്നിരുന്ന് കുറേ കഴിയുമ്പോൾ നമുക്ക് ഉറക്കം വരും. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒരു പാട്ട് കേൾക്കുമ്പോഴേക്കും അവിടെ എന്ന് പറയുന്നത് ആ ഒരു സംഗീതത്തെ അത്ര മനോഹരമാക്കി വൽക്കരിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഭജനത്തിന്റെ കൂടെ തന്നെ ആ ഒരു സംഗീതത്തെ കൂടെ വളരെ മനോഹരമായി അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കാണികളുടെ ഇടയിൽ ആൾക്കാരോട് അത് ഏറ്റുപാടുന്നുണ്ട്. നമ്മളൊരു ഭജനം ഇങ്ങനെ മറ്റുള്ളവർ ഇങ്ങനെ ലിപ്സ് വഴി പാടുന്നതല്ലാണ്ട് പുറത്തേക്ക് ശബ്ദം നമ്മൾ കേൾക്കാറില്ല. പക്ഷെ ഇത് പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ആ ഒരു രീതി വെച്ചിട്ട് ബാക്കി ആ ഒരു കാണികളൂടെ ആ ഒരു ഏറ്റുപാടുന്ന ഒരു രീതിയുണ്ട്. എനിക്ക് തോന്നുന്നു ആ സിനിമ ദിലീപിന്റെ സിനിമയിലുള്ള ഒരു പാട്ടാണ് നമ്മുടെ മുരളി പാടുന്ന ഗസലാണത്. ആ സിനിമയുമായി ബന്ധപ്പെട്ടൊരു ട്രഡീഷണൽ ഗസലല്ല, പക്ഷെ ആ സിനിമാറ്റിക് ആയിട്ടുള്ള രൂപത്തിലുള്ള ഒരു ഗസലാണത്. ദിലീപിന്റെയും മുരളിയുടെയും ഒക്കെ ആ സിനിമ, നവ്യ നായരും ഈ പറയുന്ന പോലെ മീരാ ജാസ്മിനും ഒക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ വളരെ മനോഹരമായ സിനിമ കൂടിയാണത്. ആ സിനിമയ്ക്കകത്ത് മുരളി പാടുന്ന പാട്ടായിട്ടാണ് ഈ ഒരു ഗസലിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രാമഫോൺ എന്ന് പറയുന്ന ആ ചലച്ചിത്രത്തിൽ എടുത്തിട്ടുള്ള പാട്ട് അത് ഈ ഒരു അമ്പലത്തിൽ ഒരു ഭജനയുടെ ഇടയിലൂടെ പാടുമ്പോൾ ഇപ്പോഴത്തെ ഒരു കാലത്ത് വേറൊരു കാര്യമുണ്ട്. അമ്പലത്തിലിരുന്ന് ഗസല് പാടുന്നോടാ എന്ന് ചോദിക്കുന്ന ഒരു മറ്റു ആളുകളെങ്കിലും ഉള്ള ഒരു കാലമാണിത്. നമുക്കറിയാം
പണ്ട് നമ്മുടെ യേശുദാസ് ഗുരുവായൂർ വന്നപ്പോ അകത്തേക്ക് പ്രവേശിപ്പിക്കാതിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. കാരണം അദ്ദേഹം ഒരു ക്രൈസ്തവ മതവിശ്വാസി ആയതുകൊണ്ട് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കുറെ അധികം ആചാരപ്രകാരം അകത്തേക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പുറത്ത് ഒരു സ്റ്റേജ് പോലെ കെട്ടി അല്ലെങ്കിൽ അവിടെ നിന്ന് അവതരിപ്പിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഈ ഒരു ഭജന പാടുന്ന സമയത്ത് അവർ ഗസലൂടെ ഇൻഫ്ലുവൻസ് ആ ഒരു സിനിമ ആ ഒരു പാട്ടുകൂടെ ഉൾപ്പെടുത്തിയപ്പോഴും അതിനെ ഗസലാക്കി മാറ്റി, അതിനെ ഒരു മതമാക്കി മാറ്റി കമന്റ് സെക്ഷൻ ആൾക്കാരെ പ്രതികരിക്കുന്നുണ്ടെന്നുള്ളതാണ് വ്യത്യസ്ത. എന്താ നാണമുണ്ടോ അല്ലെങ്കിൽ ഉളുപ്പുണ്ടോ ഇങ്ങനെ അമ്പലത്തിന്റെ ആ ഒരു ഇതിരുന്ന് ഭജനത്തിനോടൊപ്പം കൂടുതലും പറഞ്ഞിരിക്കുന്നത് ഭജനത്തിനോടൊപ്പം ഇത് ചേർത്ത് പാടാൻ എന്താണ് ഒരു ഇതില്ലേ, അങ്ങനെയൊക്കെ കുറെ അധികം കമന്റ്സ് ഇതിനോടൊപ്പം വന്നിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. നമ്മള് ഈ ഗൗരി ശങ്കർ ഹജിത ഹരയുടെ മറ്റൊരു വേർഷൻ പാടിയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അജിത ഹരയുടെ തന്നെ വളരെ ഒരു ഡിവോഷണൽ ആയിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ കേട്ട് പഴകി വന്നിട്ടുള്ളത്. അതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് കലയെ മറ്റൊരു രീതിയിലേക്ക് അവതരിപ്പിക്കുകയായിരുന്നു ഗൗരി ശങ്കർ ചെയ്തിട്ടുള്ളത്. അതിനെ സ്വീകരിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാരെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന് പിന്നെ ഈ ഒരു രീതിയിൽ ഈ പറഞ്ഞ പോലെ മതമൊന്നും കലർത്തിയിട്ടില്ല, അല്ലാണ്ട് ഈ കലയെ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള വിമർശനങ്ങളായിരുന്നു ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരു രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. ഓക്കെ, ഇത് ഒരു നോർമലൈസ്ഡ് ആയിട്ട് എല്ലാം ഒരു പാട്ട് കല ആ ഒരു രീതിയിലേക്ക് ആസ്വാദനം എന്ന രീതിയിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പുറത്തേക്ക് ഇപ്പുറത്ത് വേറെ കുറെ ആൾക്കാർ ഇതിന്റെ ഇടയിലൂടെ മതം കയറ്റുന്നുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. അല്ല, അതാണ് സത്യാവസ്ഥ, സത്യമാണത്. അപ്പം പക്ഷെ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഭജന കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു മതചിന്തയോ അല്ലെങ്കിൽ ഇത് വേറൊരു രീതിയിലുള്ള പാട്ടാണെന്നൊന്നും തോന്നുന്നില്ല. ആ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തെ അവിടെ നിന്ന് മാറ്റുന്നേ ഇല്ല ഈ പാട്ട് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞാൽ ഇതൊരു ഗസൽ രൂപമായതായിരിക്കാം പ്രധാന. അതെ അതെ, അങ്ങനെ ഒരു പാട്ട് മാറ്റുന്നതേ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അങ്ങനെ തന്നെയാണത്, യഥാർത്ഥമാണ്. പക്ഷെ അതിനിടയിലും ഈ കുത്തിത്തിരിപ്പുമായി വരുന്ന കുറേ ആളുകളുണ്ട്. കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ വലിയ കുത്തിത്തിരിപ്പുമായി വരുന്ന എന്തിനും മതത്തെ കൂട്ടുപിടിക്കുന്ന ആളുകൾ, എന്തിനും പൊളിറ്റിക്സിനെ കൂട്ടുപിടിക്കുന്ന ആളുകൾ, ഇവരൊക്കെ രണ്ട് ആളുകളെയും ഈ നാട്ടിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന് ഞാൻ പറയാം. കാര്യം അറിയോ, ഈ എല്ലാത്തിലും പൊളിറ്റിക്സ് കാണുന്ന ആൾക്കാരും എല്ലാത്തിലും മതം കാണുന്ന ആളുകളും സാമൂഹികമായ ജീവിതത്തിൽ മനുഷ്യന് വെല്ലുവിളിയാണ്. ഇത് തീർച്ചയായിട്ടും ഇടുങ്ങിയ ചിന്താഗതിക്കാരാണ് ഇവര്. അപ്പോൾ ഈ രണ്ടാളുകളെയും മാറ്റി നിർത്തിയാൽ തന്നെ നമുക്ക് മതവിശ്വാസമാകാം, രാഷ്ട്രീയ വിശ്വാസമാകാം, അതിൽ പരിപാടി പങ്കെടുക്കാം, മതത്തിന്റെ ആചാരങ്ങളിൽ പങ്കെടുക്കുക ഒക്കെ ചെയ്യാം. പക്ഷെ ഈ ഹാർഡ്കോറായിട്ട് ഇടുങ്ങിയ മനസ്സിന്റെ ചിന്താഗതി വെച്ചുകൊണ്ട് ഇപ്പം ഞാൻ പറയാം, ഈ ഒരു ഭജനയിൽ നിന്ന് ഒരു ഭഗവാന്റെ പാട്ട് പാടിയതിനു ശേഷം ഈ ഒരു പാട്ട് പാടുമ്പോൾ അവിടെ എന്താ ഒരു മാറ്റം വരുന്നത്? ഒരു മാറ്റവും വരുന്നില്ലല്ലോ. സംഗീതത്തിന് മതമില്ല എന്നുള്ളതാണ് സത്യം. സംഗീതത്തിന് ജാതിയില്ല, സംഗീതത്തിന് രാഷ്ട്രീയമില്ല എന്നുള്ളതാണ് സത്യം. അതെ, ഭാഷ പോലും ഇല്ലാത്തൊരു സാധനമാണ്. അല്ലാതെയും പാടാം എന്നുള്ളതാണ് സംഗീതത്തിന്റെ ഒരു മഹാത്മ്യം എന്ന് പറയുന്നത്. പക്ഷെ ഈ പറയുന്ന പോലെ മുദ്രാവാക്യത്തെ സംഗീതമാക്കി വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. അത് വേറൊരു കാര്യം. ഈ പാട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ പാടുമ്പോൾ ആളുകൾക്ക് ആ ഒരു എന്താ പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷം പ്ലസന്റ് ആക്കി മാറ്റാൻ അത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അത്രയും വലിയൊരു ചിരിയും ആ ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിന് മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. ആ ഒരു മൊമെന്റിൽ കുറെ കൂടെ അപ്ഗ്രേഡ് അല്ലെങ്കിൽ കുറെ കൂടെ വലിയൊരു ലെവലിലേക്ക് അവർ എത്തിക്കുക, അല്ലെങ്കിൽ വീണ്ടും ഇനി കേട്ടിരിക്കാനുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. വലിയ കാര്യമാണ്. മാത്രമല്ല, ചില മുസ്ലിം കല്യാണപ്പുരകൾ, ഇപ്പം ഹിന്ദു കല്യാണപ്പുരകളിലൊക്കെ മുസ്ലിം മാപ്പിളപ്പാട്ട് പാടുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. അത് അയ്യോ ഹിന്ദു വീട് മുസ്ലിം മാപ്പിളപ്പാട്ടോ അങ്ങനെയൊന്നും ചിന്തയില്ലെന്നേ. മനുഷ്യന് ആസ്വദിക്കാൻ പറ്റുന്ന ഏത് പാട്ടും പാടുക എന്നുള്ള കാര്യമുണ്ട്. കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഓ സൈനബ പാട്ടിനകത്തിലെ ഒരു പോർഷൻ ഭയങ്കര റീൽ ഹിറ്റ് ആയിട്ട് പിന്നെ എല്ലാ കല്യാണങ്ങളിലും അവരത് ക്രൈസ്തവരാണോ ഈ മുസ്ലിംസ് ആണോ അങ്ങനെയൊന്നും ഇല്ല, എല്ലാ ഫംഗ്ഷൻസിലും എടുത്ത് ആ ഒരു ഡാൻസ് കളിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് ഒരു ഓക്കെ അവരുടെ ആ ഒരു മൊമെന്റിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്കും ഈ മതം കലർത്താതിരിക്കുന്നതാണ് ഏറ്റവും വലിയ. ആ ഒരു സമയത്തൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ ചോദിക്കുന്നത്, ഇതിലാരും വന്ന് ഈ ഒരു മതം കലർത്തുന്നില്ലല്ലോ എന്നുള്ളത്. അല്ല, അതുപോലെ തന്നെയാണ് മറ്റേ ഈ നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അഭിനയിച്ച ആദ്യമായിട്ട് അദ്ദേഹം അഭിനയിച്ച സിനിമ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ. ആ സിനിമയിലൊരു കല്യാണ സോങ് ഉണ്ടായിരുന്നു, കട്ടപ്പനയിലെ ഋത്തിക് റോഷനിൽ. അത് കേരളം ഒന്നടങ്കം സൂപ്പർ ഹിറ്റായ സോങ് ആയിരുന്നു. ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ഉള്ളൊരു കല്യാണ സോങ് എല്ലാ വീടുകളിലും, എല്ലാ മുസ്ലിം കല്യാണ വീടുകളിലും, ഹിന്ദു കല്യാണ വീടുകളിലും, ക്രിസ്ത്യൻ കല്യാണ വീടുകളിലും അത് ഹിറ്റായി എന്നുള്ളതാണ്. അപ്പം അതുപോലെയുള്ള മനോഹരമായ ഗാനങ്ങൾ എപ്പോഴും ഹിറ്റാവാറുണ്ട്. ഇപ്പം ചില
കറക്റ്റ് വലിയ റെസ്ട്രിക്ഷൻ വെക്കുന്ന ആളുകളാണ് ഈ ഇസ്ലാം സമുദായം എന്ന് പറയുന്നത്. അത് ആളുകളുടെ പ്രശ്നമുണ്ടെന്നല്ല, പല ചില ആത്മീയ ആചാര്യന്മാരൊക്കെ വന്നിട്ട് ഇവിടെ വേർപാട്ടൊന്നും വേണ്ടെന്നൊക്കെ പറയുന്നിടത്ത് പോലും മലബാറിലൊക്കെ ചില കല്യാണങ്ങളിൽ എന്താണ് ഈ നമ്മുടെ നന്ദനത്തിലെ പാട്ട്, കൃഷ്ണ എന്നുള്ള പാട്ട്, അതൊക്കെ പറഞ്ഞു പാടിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പല വെല്ലുവിളികളെയും മാറ്റി വിളിച്ചു, അത് നിങ്ങൾ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പാടിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിന് സംഗീതത്തിന് അത്ര ഒരു മതത്തിന്റെ കാര്യമൊന്നുമില്ല. പിന്നെ ഒരു മതവും ഇല്ല തന്നെയാണ് തീർച്ചയായിട്ടും. മാത്രമല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മതം എന്ന് പറയുന്ന ഒരു സാധനം എന്താ? അത് യഥാർത്ഥത്തിൽ ഒരു കുപ്പായം മാത്രമാണ്. ആഫ്രിക്കയിൽ ജനിച്ച ആളുകൾ അവിടെ ഒരു മതം ഉണ്ടാക്കുന്നു, ഈ അറേബ്യയിൽ ജനിച്ച ആളുകൾ അവിടെ ഒരു മതം ഉണ്ടാക്കുന്നു, ഈ യൂറോപ്പിൽ ജനിച്ച ആളുകൾ അവിടെ ഒരു മതം ഉണ്ടാക്കുന്നു, ഭാരതത്തിൽ ജനിച്ച ആളുകൾ അവിടെ ഒരു മതം ഉണ്ടാക്കുന്നു. ഈ അടിസ്ഥാനപരമായി ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ ദൈവത്തിലേക്ക് എത്താനുള്ള പലവിധ മാർഗങ്ങൾ പല മതങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദൈവത്തിന് പല പേരുകളും പല രൂപങ്ങളും പല ഭാവങ്ങളും നൽകിയിട്ടുണ്ട്. അത് അവരുടെ താല്പര്യമാണ്. പക്ഷേ ഇതിനെ എല്ലാം നിയന്ത്രിച്ച് എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത് ഒരൊറ്റ ശക്തിയാണ്, ഒരൊറ്റ ചൈതന്യമാണ്. അത് മനസ്സിലാക്കിയാൽ ഒരേ രക്തമാണ്, രക്തത്തിന്റെ നിറം ചുവപ്പാണ്. മനുഷ്യനെല്ലാം ഒരുപോലെ ഒരേ രീതിയിലുള്ളതാണ്. മനുഷ്യന്റെ സ്വഭാവമൊക്കെ വേറെ വേറെ വ്യത്യസ്തമൊക്കെ ആയിരിക്കും, അതൊക്കെ സംഭവം ശരിയാണ്. പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു സമൂഹമുണ്ട്, അത് ഒന്നാണ്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി വരുന്നത് എല്ലാത്തിനും. അത് തന്നെയാണ് ഈ പറയുന്ന പോലെ എന്താണ് നന്ദഗോവിന്ദ ഭജൻസിന്റെ ഈ ഒരു പാട്ടിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇനിയും ഇത്തരം പാട്ടുകൾ ഇവർ പാടട്ടെ. ഭജനക്കിടയിലൂടെ മനോഹരമായ എന്ത് മനോഹരമായിട്ടാണ് അവർ പാടുന്നത് കൂടെ നമ്മൾ നോക്കണം, അല്ലേ? നമ്മൾ ഇനിയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ. എന്തായാലും എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ പിന്തുണയും. ഈ എല്ലാത്തിൻ്റെയും ഇടയിൽ വന്ന് എന്താണ് പിന്നെ പുട്ടിന് പീരയിടുന്നത് പോലെ ഈ മതവും ജാതിയും രാഷ്ട്രീയവും പറഞ്ഞ് തമ്മിൽ തല്ലുന്ന ആളുകളെ അകറ്റി നിർത്തുക എന്നുള്ളത് മാത്രമാണ്.